ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RC ഡിഫറൻഷിയേറ്റർ ആൻഡ് ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട്സ് ആണ്. സോ ഫസ്റ്റ് വൺ RC ഡിഫറൻഷിയേറ്റർ. സോ നമ്മൾ ഹൈ പാസ് ആൻഡ് ലോ പാസ് സർക്യൂട്ട് RC സർക്യൂട്ട്സ് പഠിച്ചു. സോ ഹൈ പാസ് ആൻഡ് RC സർക്യൂട്ട്സ് ആൻഡ് അനാലിസിസ് ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോഴുള്ള റെസ്പോൺസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഒരു ഹൈ പാസ് ഫിൽറ്ററിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് തന്നെയാണ് നമ്മൾ RC ഡിഫറൻഷിയേറ്ററിന് യൂസ് ചെയ്യുന്നത്. സെയിം RC സർക്യൂട്ട് തന്നെയാണ്. സോ ഹൈ പാസ് ഫിൽറ്റർ സർക്യൂട്ട് ഈസ് ഈക്വലൻ്റ് ടു ആൻ RC ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ട്. സോ വാട്ട് ഈസ് ആൻ RC ഡിഫറൻഷിയേറ്റർ, അല്ലെങ്കിൽ ഹൗ എ ഹൈ പാസ് ഫിൽറ്റർ സർക്യൂട്ട് ബിഹേവ് ആസ് എ RC ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ട്. സോ ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്ററിൻ്റെ കേസ്, ലോ പാസ് ഫിൽറ്റർ, ഹൗ എ ലോ പാസ് ഫിൽറ്റർ സർക്യൂട്ട് വിൽ ആക്ട് ആസ് ആൻ ഇൻ്റഗ്രേറ്റിംഗ് സർക്യൂട്ട്സ്. സോ ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ RC ഡിഫറൻഷിയേറ്റർ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വരച്ചേക്കുന്നത് ലോ പാസ് ഹൈ പാസ് ഫിൽറ്റർ സർക്യൂട്ട് ഇക്വലൻ്റ് സർക്യൂട്ട് തന്നെയാണ്. സോ ദിസ് ഇസ് equivalent to the high pass filter circuit. So high pass filter സർക്യൂട്ടിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം തന്നെയാണ് RC ഡിഫറൻഷിയേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. RC സർക്യൂട്ട്സ് ആണ്, ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആണ് ഈ നാലെണ്ണവും. ദാറ്റ് ഈസ് RC ഡിഫറൻഷിയേറ്റർ, ഇൻ്റഗ്രേറ്റർ, ഹൈ പാസ്, ലോ പാസ് ഫിൽറ്റേഴ്സ്, ഇതെല്ലാം ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആണ്. ദെൻ നമുക്കൊരു ഡിഫറൻഷിയേറ്ററിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ നോക്കാം. എ സർക്യൂട്ട് ദാറ്റ് ഗീവ്സ് ആൻ ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു ദ ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. സോ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. സോ ഇതാണ് ഒരു ഡിഫറൻഷിയേറ്ററിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ നമുക്കിങ്ങനെ ഒരു RC സർക്യൂട്ടിനെ ഒരു ഡിഫറൻഷിയേറ്ററായിട്ട് ഓപ്പറേറ്റ് ചെയ്യിക്കണമെങ്കിൽ സർട്ടൻ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഇറ്റ് ക്യാൻ ആക്ട് ആസ് an RC differentiator. And the first condition for an RC differentiator, an RC circuit to operate as a differentiator എന്ന് പറയുന്നത്, ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്. ദ ടൈം കോൺസ്റ്റൻറ്റ്, നമ്മൾ ടൈം കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്തു, RC ആണ്. സോ ദ ടൈം കോൺസ്റ്റൻറ്റ്, that is RC of the circuit should be much smaller than the time period. Much smaller than the time period. Time period T of the input signal. ഇതാണ് നമുക്ക് ഫസ്റ്റ് കണ്ടീഷനായിട്ട് വേണ്ടത്. നമുക്കതിനെ ഇങ്ങനെ ഇക്വേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനാണെങ്കിൽ ടൈം കോൺസ്റ്റൻറ്റ് RC should be much smaller than the time period T of the input signal. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ to be fulfilled. Then the second condition എന്ന് പറയുന്നത് the value of capacitive reactance. The value of capacitive reactance നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് XC വെച്ചിട്ടാണ്. XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം that is 1/2πfc അല്ലെങ്കിൽ 1/ωc എന്നൊക്കെ പറയുന്നതാണ് XC. That value should not be smaller than 10 times that of R, that of the value of resistance R. അപ്പോൾ Rൻ്റെ 10 ടൈംസിനെ കാട്ടി അത് ലോ ആയിരിക്കരുത്. സോ ഷുഡ് നോട്ട് ബി സ്മോളർ ദാൻ 10 ടൈംസ് ദാറ്റ് ഓഫ് R. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, XC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ടൈംസ് R. സോ ഈ ഒരു മിനിമം കണ്ടീഷനാണ് ഈ 10 ടൈംസ് R എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ടൈംസ് R. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഒരു RC സർക്യൂട്ടിന് ഒരു ഡിഫറൻഷിയേറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് RC വെരി മച്ച് ലെസ് ദാൻ T ആൻഡ് XC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ടൈംസ് R. സോ ഇനി നമുക്ക് ആ ഒരു മാത്തമെറ്റിക്കൽ കണ്ടീഷൻ ഒന്ന് പ്രൂവ് ചെയ്യാം. ദാറ്റ് ഈസ് the output voltage is equal to derivative of input voltage.
അതിൻ്റെ ഒരു അനാലിസിസ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഈ കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. സോ നമുക്ക് ആ ഒരു കറണ്ട്, ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഞാൻ I വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ I dQ/dt ഇങ്ങനൊരു എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Q എന്ന് പറയുന്നത് ആ ചാർജ് കപ്പാസിറ്റർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചാർജ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ ദ കറണ്ട് ഫ്ലോയിങ്, സോ കറണ്ട് I is equal to dQ/dt. Current is the I is the current flowing through the circuit. So I is equal to dQ/dt and it can be written as Q എന്ന് പറയുന്നത് എന്താണ്? ചാർജ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റി. Q is equal to CV. C ഇൻറ്റു ഞാൻ VC എന്ന് എഴുതുവാണ്. VC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ C. സോ ഈ കപ്പാസിറ്ററിന് അക്രോസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചാർജാണ് Q. സോ ആ ചാർജ് Qൻ്റെ എക്സ്പ്രഷൻ C ഇൻറ്റു കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. സോ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ നമ്മൾ VC ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. I എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. സോ C ഇൻറ്റു Q ഈസ് ഈക്വൽ ടു C ഇൻറ്റു VC. സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് d/dt ഓഫ് C ഇൻറ്റു VC. C എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്, അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു C ഇൻറ്റു dVC/dt. സോ നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് എന്താണ്? ദ വാല്യൂ ഓഫ് XC ഷുഡ് നോട്ട് ബി സ്മോളർ ദാൻ 10 ടൈംസ്, അല്ലെങ്കിൽ XC ഷുഡ് ബി വെരി മച്ച് ഗ്രേറ്റർ ദാൻ 10 ടൈംസ് R. സോ ഈ ഒരു കണ്ടീഷൻ കാരണം, സിൻസ് XC ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ടൈംസ് R, നമുക്ക് പറയാം ദ വോൾട്ടേജ് അക്രോസ് the capacitor, ഈ റിയാക്റ്റൻസിൻ്റെ വാല്യൂ കൂടുതലായതുകൊണ്ട്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ടൈംസ് R ആയതുകൊണ്ട്, ദ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ വിൽ ബി ഈക്വൽ ടു ദ ഇൻപുട്ട് വോൾട്ടേജ്. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ VC വിൽ ബി ഈക്വൽ ടു V ഇൻപുട്ട്. സോ ആ കൊടുക്കുന്ന വോൾട്ടേജ് തന്നെ ആയിരിക്കും കപ്പാസിറ്ററിന് അക്രോസ്, കാരണം റിയാക്റ്റൻസ് കൂടുതലാണ്. സോ നമുക്കിവിടെ C ഇൻറ്റു d/dt ഓഫ് VCക്ക് പകരം എനിക്ക് ഇൻപുട്ട് വോൾട്ടേജ് തന്നെ കൊടുക്കാം, കാരണം ഇവിടെ കപ്പാസിറ്റർ കണക്ട് ചെയ്തേക്കുന്നത് സീരീസ് ആയിട്ടാണ്. സോ റിയാക്റ്റൻസ്, കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റിയാക്റ്റൻസ് XC ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ടൈംസ് R ആണെങ്കിൽ ദിസ് ഇൻപുട്ട് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു ദ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. സോ നമുക്ക് V എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ Iയുടെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി C ഇൻറ്റു d/dt ഓഫ് V. ഇനി നോക്കി ആ ഫിഗറിലോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും V0 ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് R അക്രോസ് ആണ്. സോ I ഇൻറ്റു R ആണ് ശരിക്കും V0 എക്സ്പ്രഷൻ. സോ ഞാൻ V0 ഡിറ്റർമിൻ ചെയ്യാൻ പോവാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് I? I ഈസ് C. സോ ഞാൻ C ഇൻറ്റു R, സോ അല്ലെങ്കിൽ R ഇൻറ്റു I ഈസ് C ഇൻറ്റു d/dt ഓഫ് Vin. സോ അവിടെ Vinൻ്റെ Iയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ V0 ഈസ് ഈക്വൽ ടു RC ഇൻറ്റു d/dt ഓഫ് Vin. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും V0 ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട്. ആ പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ മാറ്റുന്നത് RC എന്ന് പറയുന്ന ആ ഒരു ടൈം കോൺസ്റ്റൻറ്റ് വാല്യൂ വെച്ചിട്ടാണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട്. സോ നമ്മുടെ രണ്ട് കണ്ടീഷൻസും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ ഒരു RC സർക്യൂട്ടിന് ഡിഫറൻഷിയേറ്ററായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് ഇൻ്റഗ്രേറ്റർ, RC ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട്. സോ RC ഇൻ്റഗ്രേറ്റർ നമ്മൾ ഡിഫറൻഷിയേറ്റർ പറഞ്ഞ പോലെ തന്നെ അനലൈസ് ചെയ്യുന്നൊരു സർക്യൂട്ടാണ്. ഇതൊരു RC സർക്യൂട്ടാണ്. നമ്മൾ നേരത്തെ പഠിച്ച ലോ പാസ് ഫിൽറ്ററിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് RC ഇൻ്റഗ്രേറ്റിംഗ് സർക്യൂട്ട്. സെയിം സർക്യൂട്ട് തന്നെയാണ് ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു RC സർക്യൂട്ടിനും ഫുൾഫിൽ ചെയ്യേണ്ട ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ ഒരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ദിസ് സർക്യൂട്ട് വിൽ ആക്ട് ആസ് എ RC ഇൻ്റഗ്രേറ്റർ. സോ RC ഇൻ്റഗ്രേറ്ററിൻ്റെ ഡെഫിനിഷൻസ് നോക്കാം. A circuit that gives an output voltage directly proportional to the integral of its input voltage. നേരത്തെ പറഞ്ഞ ഡെഫിനിഷനകത്ത്
ഡെറിവേറ്റീവ് ആണെങ്കിൽ ഇവിടെ ഇൻ്റഗ്രൽ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഓർ വി ക്യാൻ റൈറ്റ് V0 of t ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് Vin of dt. സോ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞു ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇതിനൊരു ഈ RC സർക്യൂട്ടിന് ഇൻ്റഗ്രേറ്ററായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. സോ ആ കണ്ടീഷൻസ് ആണ് ഈ പറയുന്നത്. സോ ദ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ RCയുടെ കണ്ടീഷനാണ്. ദ ടൈം കോൺസ്റ്റൻറ്റ് RC of the circuit should be very large. Compared to the time period of the input signal. That is RC should be greater than T. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് the value of R, റെസിസ്റ്റൻസിൻ്റെ the value of R should not be smaller than, നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ തിരിച്ച് പറയുവാണ്, should not be smaller than 10 times the capacitive reactance. So ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ദാറ്റ് ഈസ് R should be greater than or equal to 10 times XC. സോ നേരത്തെ ഡിഫറൻഷ്യേറ്ററിനകത്ത് പറഞ്ഞതുപോലെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ നമ്മൾ കണ്ടീഷൻസ് ചൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നോക്കാം. ഹൗ വി ഔട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ. അതാണ് നമ്മൾ അടുത്ത് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ വി ഇൻ നോക്കുക. വി ഇൻ എന്ന് പറയുന്നത് the input voltage is connected in series with the resistor. So ഇവിടെ നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ വെച്ച് R is very much greater than 10 times XC. സെക്കൻഡ് കണ്ടീഷൻ വെച്ച് R is greater than 10 times XC. സോ നമുക്ക് V in is equal to VR എന്ന് എഴുതാം. നേരത്തെ കേസിൽ V in is equal to VC എന്ന് എഴുതിയതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ വെച്ചിട്ട് V in is equal to VR, the voltage across റെസിസ്റ്റർ. അങ്ങനെയാണെങ്കിൽ ഐയുടെ എക്സ്പ്രഷൻ ഐ എന്തായിരിക്കും? ഐ എന്ന് പറയുന്നത് R വെച്ചിട്ട് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ വെച്ചിട്ട് നമുക്ക് VR ബൈ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ബൈ R എന്ന് എഴുതാം IA. ദെൻ വാട്ട് ഈസ് V ഔട്ട്? സോ ഈ രണ്ട് കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എഴുതുന്നത്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കപ്പാസിറ്ററിന് അക്രോസ് ആണ്. സോ V ഔട്ട് ഈസ് ഈക്വൽ ടു 1/C integral I dt, that is 1/C integral I എന്ന് പറയുന്നത് VR by R ആണ്. സോ dt, സോ VR is equal to V in നമ്മൾ പറഞ്ഞു, that is 1/C integral V in dt. ഈ R കോൺസ്റ്റൻ്റ് ആണ്. സോ 1/RC integral V in dt. സോ നമുക്ക് ഔട്ട്പുട്ടിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ഇവിടെ സിൻസ് വി ഇൻ ഈസ് ഈക്വൽ ടു വി ആർ, അതുകൊണ്ടാണ് ഞാൻ വി ആറിന് പകരം വി ഇൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ എക്സ്പ്രഷൻ 1/RC ടൈംസ് ഇൻ്റഗ്രൽ വി ഇൻ ഡി ടി. നേരത്തെ ഡിഫറൻഷ്യേറ്ററിൻ്റെ കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു RC ഇൻറ്റു d/dt ഓഫ് വി ഇൻ ആണ്. ഇവിടെ നമ്മൾ 1 ടൈം കോൺസ്റ്റൻറ്റ് 1/RC ഇൻ്റഗ്രൽ വി ഇൻ ഡി ടി. ഔട്ട്പുട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് വി ഇൻ. ഔട്ട്പുട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു integral of input voltage. So this will act as a integrator circuit. So ഇത്രയുമാണ് നമ്മൾ ഇൻ്റഗ്രേറ്ററും ഡിഫറൻഷ്യേറ്ററുമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇതുമായിട്ടുള്ള ഡിസൈൻ 1-2 പ്രോബ്ലംസ് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇൻ്റഗ്രേറ്ററും ഡിഫറൻഷ്യേറ്ററുമായിട്ടുള്ള അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസൈൻ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ലെക്ചറിൽ നമ്മൾ ക്ലിപ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, ക്ലിപ്പേഴ്സ്, ക്ലാമ്പേഴ്സ്, ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, താങ്ക് യു.